ഊടും പാവും നൽകി ദൈവരാജ്യത്തിനൊരു വലിയ ആഹ്വാനമായി ദൈവം നിർത്തിയിരിക്കുന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ പാസ്റ്റർ ഷാജി കെ ഡാനിയേൽ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഷൈനി ചെറിയാൻ ഡാനിയേൽ, അവർക്ക് കർത്താവ് കനിഞ്ഞ് നൽകിയ 5 മക്കൾ, പ്രിയ ഷൈനിയുടെ മാതാപിതാക്കൾ, പ്രിയ ചെറിയാച്ചൻ കുടുംബം, കർത്താവിൽ വളരെയേറെ പ്രസിദ്ധനായ മലയാളക്കരയ്ക്ക് മാത്രമല്ല അനേകയിടങ്ങൾ ദൈവരാജ്യത്തിന് വലിയ ആഹ്വാനമായിരിക്കുന്ന ചർച്ച് ഓഫ് ഗോഡിൻ്റെ മുൻ ഓവർസിയർ, ഇപ്പോൾ കർണാടകയിലെ ചർച്ച് ഓഫ് ഗോഡ് പ്രവർത്തനങ്ങളുടെ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുന്ന ഞാൻ ബഹുമാനിക്കുന്ന പാസ്റ്റർ എം കുഞ്ഞപ്പി, ഇന്നത്തെ ഈ മീറ്റിംഗിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന പാസ്റ്റർ മനോജ്, ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർ, ഈ ഓഡിറ്റോറിയത്തിൽ ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൈവവചനം കേൾക്കുവാൻ കാതോർത്തിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, മനോഹരമായ ഗാനങ്ങളാൽ ഈ ആത്മീക കൂട്ടായ്മയെ സമ്പന്നമാക്കുവാൻ അഭിഷിക്തരായ ഗായക സംഘം, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹാഭിവാദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ സമാരംഭിക്കുന്ന ഈ സുവിശേഷ യോഗത്തിൽ ദൈവവചനമായി നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ ജന്മം കൊണ്ടോ കർമ്മകാണ്ഡം കൊണ്ടോ ഞാൻ യോഗ്യനല്ല. എന്നാൽ എന്നെ അതിന് പ്രാപ്തനാക്കിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ മധ്യേ വരുവാൻ ശുശ്രൂഷിപ്പാൻ ഈ നിലയിൽ ദൈവം എനിക്ക് അവസരം തന്നതിലും കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 36 വർഷമായി മലബാറിൽ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല പൂർണ്ണ സമയം ഞാൻ ചെയ്തു വരികയാണ്. ഇന്ത്യയുടെ ഒരറ്റമായ കാശ്മീരിൽ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. പുനലൂരിൽ ബദേൽ ബൈബിൾ കോളേജിൽ അവിടെ ഒരു മിഷണറിയുടെ സെക്രട്ടറിയായി 1 വർഷം പ്രവർത്തിച്ചു. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ 38 വർഷമായി കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാൻ ദൈവം എനിക്ക് അവസരം തരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുകയാണ്. കൂടുതലായി ഒന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചോ മുഖവരെയായോ ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് അറിയിപ്പാൻ കർത്താവിൻ്റെ ഉള്ളത്തിൽ നിർണയം തന്ന ഒരു തിരുവചന ഭാഗം നിങ്ങളുടെ മുൻപാകെ പങ്കുവെച്ച് കർത്താവിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹീതരാകുവാനാണ് താല്പര്യപ്പെടുന്നത്. എന്നെ ഈ മീറ്റിങ്ങിനെ ക്ഷണിച്ച അനുഗ്രഹീതനായ പാസ്റ്റർ ഷാജി കെ ഡാനിയലിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിന്ന് അദ്ദേഹത്തിന് പാസ്റ്റർ മനോജിനോട് പറഞ്ഞു, ദൈവം കണ്ടമാനം അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹീതനായ ദൈവഭൃത്യനാണ് അദ്ദേഹം. ദൈവത്തിൻ്റെ തൻ്റെ മേലുള്ള വിശ്വസ്തതയ്ക്കായും ദൈവം തൻ്റെ മേൽ പകർന്ന ആത്മീകവും ഭൗതികവും എല്ലാ നിലയിലുള്ള നിറവുകൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾക്ക് തക്കവണ്ണം ദൈവരാജ്യത്തെ വിവിധ ഇടങ്ങളിൽ അനുഗ്രഹിപ്പാൻ ദൈവം ആ കുടുംബത്തിന് വരം നൽകിയിരിക്കുന്നു. തുടർന്നും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ അല്പനിമിഷത്തെ വചനധ്യാനത്തിനായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. ഫോർ അവർ മെഡിറ്റേഷൻ I would like to turn your attention to the Gospel according to Luke chapter 7 verses 11 through 17. The Gospel of Luke chapter 7 verses 11 through 17. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നത് ദയവായി ശ്രദ്ധിച്ചാൽ. പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്ത് കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവ ആയിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരായി എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു.
മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിപ്പാൻ തുടങ്ങി. അവനെ അവന്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദിയയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. ഒരു നിമിഷം കൂടെ നമ്മുടെ തലകളെ വണക്കി കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകയില്ല എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രിയ കർത്താവേ, നിന്റെ ജനത്തിന്റെ മുഖപ്രകാശ രക്ഷയായി ഇന്ന് രാത്രി അവിടുന്ന് വെളിപ്പെടണമേ. ഈ വചന കേൾവി അങ്ങയുടെ ജനത്തിന് അനുഗ്രഹമാക്കണം. നിന്റെ ജനമായി ഞങ്ങൾ ഈ രാത്രി അനുഗ്രഹം പ്രാപിക്കുന്നതിന് വിരോധമായി ഉയരുവാൻ സാധ്യതയുള്ള ശത്രുവിന്റെ സകല ശക്തികളെയും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുകയാണ്. മഹത്വമെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്തയ്ക്ക് ഞാൻ കൊടുക്കുന്ന തലവാചകം, ദ ടൈറ്റിൽ ഓഫ് മൈ മെസ്സേജ് ഈസ് ഐ ബിലീവ് ഇൻ മിറക്കിൾസ്. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന ചിന്തയെ അടിസ്ഥാനമാക്കിയാണ് തുടർന്നുള്ള അല്പനിമിഷങ്ങൾ നാം ദൈവവചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ മിറക്കിൾസ് ഫോർ അറ്റ്ലീസ്റ്റ് 2 reasons. ഏറ്റവും കുറഞ്ഞത് 2 കാരണങ്ങളാൽ ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഏറ്റവും കുറഞ്ഞ 2 കാരണങ്ങളാൽ. നമ്പർ 1, ഐ ബിലീവ് ഇൻ മിറക്കിൾസ് because of the theistic view of this world. And this world tells us that there is a God, and God made this world, and God sustains this world. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നതിന്റെ പ്രഥമ കാരണം ഈ പ്രപഞ്ചം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സൃഷ്ടിമാഹാത്മ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 1:20 അതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതി, അവന്റെ നിത്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകാരംഭം മുതൽ ഈ ലോക സൃഷ്ടിയിൽ നമ്മുടെ ബുദ്ധിക്ക് തെളിവായി വിളിച്ചു പറയുന്നു, ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. മാത്രമല്ല, ഈ പ്രപഞ്ചം ഇന്നും നിൽക്കുമാറാകുന്നതും ദൈവത്തിന്റെ വല്ലഭത്വമാണ് എന്ന് ബൈബിൾ മാറ്റിവെച്ചാൽ പോലും ഈ പ്രപഞ്ചം നമ്മോട് വിളിച്ചു പറയുകയാണ്. 119 സങ്കീർത്തനം 90 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവമേ, നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് ഇന്നുവരെ നിലനിൽക്കുന്നു. അത് നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. ആ വചനം ഒന്നുകൂടെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തിന്റെ വിശ്വസ്തതയുടെ പ്രകടമായ ഒരു വെളിപ്പാട് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിൽ നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈ ഫെയ്ത്ത്ഫുൾനെസ് ഈസ് അൺടു ഓൾ ജനറേഷൻസ്. നിന്റെ വിശ്വസ്തത ഒരു തലമുറ മാറിയാലും അടുത്ത തലമുറയിലേക്കും നിന്റെ വിശ്വസ്തതയുടെ കരം വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും. നിന്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് ഇന്നുവരെ നിലനിൽക്കുന്നു. ഇന്നുവരെ അത് നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ അതിന്റെ ഘടന, അതിന്റെ നിലനിൽപ്പ് ഒക്കെ എത്ര കൃത്യമാണ്. ഒട്ടും അതിന്റെ വീഴ്ചയില്ലാതെ ഇന്നും നിലനിൽക്കുന്നു. നമ്മൾ വസിക്കുന്ന ഈ ഭൂമി, നാം കണ്ണിന് ദൃശ്യമായതും അദൃശ്യമായതുമായ നക്ഷത്രമണ്ഡലങ്ങൾ, അതൊക്കെ അതിന്റെ ഓർബിറ്റിൽ, അതിന്റെ ഭ്രമണപഥത്തിൽ അണുയിട വ്യതിചലിക്കാതെ അത് യാത്ര ചെയ്യുകയാണ്. സൂര്യനാകട്ടെ
ചന്ദ്രനാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, ഇവയൊക്കെ അതിന്റെ ഓർബിറ്റിൽ അല്പം പോലും വ്യതിചലിക്കാതെ അതിന്നു വരെ യാത്ര ചെയ്യുന്നു. മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ 4 കാലങ്ങളെ നമുക്കൊന്നെടുക്കാം. 4 കാലങ്ങൾ: സമ്മർ, വിന്റർ, സ്പ്രിംഗ് ടൈം, ഹാർവസ്റ്റ് സീസൺ. ഈ 4 കാലങ്ങളെ എടുക്കുക. ഉഷ്ണകാലം, വേനൽക്കാലം, വസന്തകാലം, തണുപ്പ് കാലം, കൊയ്ത്തുകാലം. ഭൂമി ഈ മനുഷ്യവാസം ഉണ്ടായത് മുതൽ ഇന്ന് വരെ ഈ 4 കാലങ്ങളെ ദൈവം വീഴ്ച കൂടാതെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അത് ദൈവത്തിന്റെ വിശ്വസ്തതയല്ലേ? ദൈവം അത്ഭുതങ്ങളുടെ ദൈവമെന്ന് അത് വെളിപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? തോമസ് ചിഷ്ലോം എന്ന് പറയുന്ന ഭക്തനായ ആംഗലേയ ഗായകൻ താൻ ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ താൻ ഇപ്രകാരം എഴുതി: സമ്മർ and winter and springtime and harvest, sun, moon and stars in their courses above, join with all join with the nature and join with all nature with manifold blessings to thy great faithfulness, mercy and love. Great is thy faithfulness. ദൈവമേ, നിന്റെ വിശ്വസ്തത എത്ര വലിയതാണ്. തോമസ് ചിഷ്ലോം പറയുന്നു, നീ സമ്മറും വിന്ററും സ്പ്രിംഗ് ടൈമും ഹാർവസ്റ്റ് സീസണും ഒക്കെ അതിന്റെ കാലത്ത് തരുന്നു. ഈ പ്രപഞ്ചം ഒന്നാകെ ചേർന്ന് വിളിച്ചു പറയുന്ന ഒരു പരമസത്യമുണ്ട്: ദൈവമേ, നീ വിശ്വസ്തനാകുന്നു. നിന്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. ഈ പ്രപഞ്ചം വിളിച്ചു പറയുന്നു, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന്. കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? I believe in miracles because of salvation from sin through faith in Christ Jesus. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പാപമോചനം പ്രാപിപ്പാൻ കഴിയും എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടത് തന്നെ ഒരത്ഭുതമാണ്. ഞാൻ പറയട്ടെ, ഒരു പ്ലെയിൻ അതിന്റെ നിയന്ത്രണം വിട്ടുപോകുമ്പോൾ അതിന്റെ പൈലറ്റ് ഇപ്രകാരം വിളിച്ചു പറയും: ഇറ്റ് ഹാസ് കം ഇൻ ടു ദ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. ഈ വിമാനത്തിന്റെ നിയന്ത്രണം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക പ്രയാസമാകുന്നു എന്ന് പറയുന്നത് പോലെ, നിയന്ത്രണമില്ലാത്ത ഒരു വാഹനത്തെ പോലെ നാശത്തിലേക്ക് കുപ്പകുത്തുവാൻ ഒഴുകിപ്പോയ എന്റെ ജീവിതത്തിന്റെ നട്ടുച്ച സൂര്യൻ ഉദിച്ചു നിന്ന 20ാമത്തെ വയസ്സിൽ എന്നെ തേടി വന്ന ദൈവകൃപ, എന്നെ രക്ഷിച്ച ദൈവകൃപ, ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപാകെ വചനവുമായി നിൽപ്പാൻ എന്നെ പ്രാപ്തനാക്കിയ ദൈവകൃപ ഓർക്കുമ്പോൾ ദൈവം ചെയ്ത അത്ഭുതം എത്ര വലിയത്. നിത്യതയിലും എന്നെ അത്ഭുതപ്പെടുത്തുന്ന വസ്തുത ഇതായിരിക്കും: ദൈവം എന്നെ രക്ഷിച്ചത്. ദൈവത്തിന് മാത്രമേ രക്ഷിപ്പാൻ കഴിയുമായിരുന്നുള്ളൂ. അതൊരത്ഭുതമായി ഇന്നും എന്റെ ജീവിതത്തിൽ അവശേഷിക്കുകയാണ്. ഞാൻ ഒരു മുഖവരയ്ക്കായി അത് പറഞ്ഞതാണ്. യേശുക്രിസ്തു ചെയ്ത ഒരത്ഭുത പ്രവൃത്തിയെക്കുറിച്ചാണ് ഇന്ന് രാത്രി നിങ്ങളുമായി തുടർന്നുള്ള 50 മിനിറ്റ് സമയം നാം 45 മിനിറ്റ്, 1/4 മണിക്കൂർ സമയം നാം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ചെയ്ത 35 അത്ഭുത പ്രവർത്തികളെ കുറിച്ച് 4 സുവിശേഷങ്ങളിലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിലും അധികം അടയാളങ്ങൾ യേശു ചെയ്യുകയുണ്ടായി, തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്യുകയുണ്ടായി എന്ന് യോഹന്നാൻ പറയുന്നു. ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിലും അധികം റെക്കോർഡായി നമുക്ക് ലഭിച്ചിരിക്കുന്ന 35 അത്ഭുത പ്രവർത്തികളാണ്. അതിൽ ഒരത്ഭുത പ്രവൃത്തിയെ അടർത്തിയെടുത്താണ് ഇന്ന് രാത്രി അത്ഭുതങ്ങളുടെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് പങ്കുവെക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, യേശു ചെയ്ത
35 അത്ഭുത പ്രവർത്തികൾ 4 സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലും അധികം അത്ഭുത പ്രവർത്തികൾ യേശു ചെയ്തതായി യോഹന്നാൻ എഴുതിയിരിക്കുന്നു. പക്ഷെ റെക്കോർഡഡ് ആയത് 35 എണ്ണമാണ്. എന്നാൽ അതിലും യേശു ചെയ്ത അത്ഭുത പ്രവർത്തികൾ ഏറ്റവും ശ്രദ്ധേയമായത്, ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾസ് പെർഫോംഡ് ബൈ ജീസസ് in his earthly ministry were the miracles in which he raised the dead to life. യേശു ഭൂമിയിലായിരുന്നപ്പോൾ താൻ ചെയ്ത ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്നത് മരിച്ചവരെ ഉയർപ്പിച്ചതാണ്, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ്. യേശു ക്രിസ്തു മരിച്ച 3 വ്യക്തികളെ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി ഉയർപ്പിച്ച രേഖപ്പെടുത്തൽ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 54-ാം വാക്യം എന്ന് വായിക്കുമ്പോൾ അവിടെ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന ഒരുവന്റെ മകൾ, ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 54, ലൂക്കോസ് 8:54 അവിടെ വായിക്കുന്ന പള്ളിപ്രമാണിയായ യായിറോസ് എന്ന ഒരുവന്റെ മകൾ മരിച്ചു. ആ മരിച്ച ബാലികയെ കർത്താവായ യേശു ഉയർപ്പിക്കുന്നത് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. വീണ്ടും ദ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 11 വേഴ്സ് 43, യോഹന്നാൻ 11-ാം അധ്യായം അതിന്റെ 43-ാം വാക്യം വായിക്കുമ്പോൾ ബഥാനിയയിലെ ലാസർ എന്ന ഒരുവൻ മരിച്ചു. യേശു ലാസറിനെ ഉയർപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 3-ാമത്തെ സംഭവമാണ് നാം വായിച്ച വേദഭാഗത്തിൽ കാണുന്നത്. ലൂക്ക് ചാപ്റ്റർ 7 വേഴ്സസ് 11-17. നയീൻ പട്ടണത്തിലെ വിധവയുടെ ഏകജാതനായ മകൻ മരിച്ചു. ആ മകനെ യേശു ഉയർപ്പിക്കുന്നതാണ് 3-ാമത്തെ സംഭവമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഈ 3 സംഭവങ്ങളെയും നാം അല്പം കൂടെ അടുത്ത് ചെന്ന് ഒന്ന് വീക്ഷിക്കുവാൻ പോവുകയാണ്. യായിറോസിന്റെ മകൾ മരിച്ചു. ചില മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. യേശു ആ വീട്ടിലേക്ക് ചെന്നു. കരയുന്നവരെ എല്ലാം പുറത്താക്കി. മരിച്ച ബാലികയുടെ കൈക്ക് യേശു പിടിച്ചു. യേശു പറഞ്ഞു, ബാലേ എഴുന്നേൽക്കാം. ക്ഷണത്തിൽ അവിടെ പ്രാണൻ അവളിലേക്ക് മടങ്ങി വന്നു. അവൾ എഴുന്നേറ്റിരുന്നു. 2-ാമത്തെ വ്യക്തി ലാസർ മരിച്ചു. 4 ദിവസം കഴിഞ്ഞു. അടക്കം ചെയ്തു. 4 ദിവസം കഴിഞ്ഞു. മാർത്തയുടെ ഭാഷയിൽ പറഞ്ഞാൽ നാറ്റം വെച്ചും തുടങ്ങി. യേശു ആ കല്ലറവാതിൽക്കൽ ചെന്ന് ലാസറിനെ ഇപ്രകാരം വിളിച്ചു, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ ജീവനുള്ള ദേഹിയായി അവൻ പുറത്തു വന്നു. 3-ാമത്തെ സംഭവം, നയീൻ പട്ടണത്തിലെ വിധവയുടെ മകൻ മരിച്ചു. അവൻ മരിച്ചിട്ടിപ്പോൾ അനേക മണിക്കൂറുകളായി. അവന്റെ മൃതശരീരം ഇനി വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അടക്കം ചെയ്യുവാൻ കൊണ്ടുപോകുന്ന വഴിമധ്യേ യേശു ആ മൃതശരീരം വഹിച്ചുകൊണ്ട് പോകുന്ന ആ ശവമഞ്ചം യേശു തൊട്ടു. ബൈബിൾ പറയുന്നത് മഞ്ചം ചുമക്കുന്നവർ നിന്നു. യേശു അമൃത ശരീരത്തെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ബാല്യക്കാരാ, ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്ക. ക്ഷണത്തിൽ അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. 1-ാമത്തെ വ്യക്തി മരിച്ചിട്ട് ചില മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. 2-ാമത്തെ വ്യക്തി മരിച്ച് 4 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ വ്യക്തി മരിച്ചിട്ട് അനേക മണിക്കൂറുകളായി. അടക്കം ചെയ്യുവാൻ കൊണ്ടുപോകുന്ന വഴിയിലാണ് യേശു ഉയർപ്പിക്കുന്നത്. ഇത് നമ്മോടൊരു സന്ദേശം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. ക്രൈസ്റ്റ് ക്യാൻ സേവ് എനി പേഴ്സൺ, no matter how young, how long a sinner and how great a sinner. യേശുവിന് ഏതൊരു വ്യക്തിയെയും രക്ഷിക്കുവാൻ കഴിയും. എത്ര ചുരുങ്ങിയ കാലം പാപജീവിതത്തിൽ കഴിഞ്ഞ വ്യക്തിയായാലും, എത്ര ദീർഘവർഷങ്ങളായി പാപത്തിൽ
ജീവിക്കുന്ന വ്യക്തിയായിരുന്നാലും, എത്ര നൊട്ടോറിയസ് ക്രിമിനലിനെയും, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നൊട്ടോറിയസ് ക്രിമിനലിനെയും എന്റെ കർത്താവിനെ രക്ഷിപ്പാൻ കഴിയും. യേശുവിന് പണിയുവാൻ കഴിയാത്ത ഒരു തകർച്ചയിലും ഇന്ന് രാത്രി ആരും അകപ്പെട്ടിട്ടില്ല. യേശുവിന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവും ആരെയും ബാധിച്ചിട്ടില്ല. യേശുവിന് പൊക്കിയെടുക്കുവാൻ കഴിയാത്ത ഒരു താഴ്ചയിലും ആരും അകപ്പെട്ടിട്ടില്ല. ഇന്ന് രാത്രി രക്ഷിക്കുവാൻ, സൗഖ്യമാക്കുവാൻ, നമ്മുടെ തകർച്ചയെ പണിയുവാൻ കഴിയുന്ന അത്ഭുതങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ തങ്ങളുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം കരയേറ്റാം. സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. യു കനോട്ട് സിങ്ക് ടു എ ഡെപ്ത് ലോവർ ദാൻ വേർ ഗോഡ് ക്യാൻ വർക്ക്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരാഴങ്ങളിലേക്കും ആരും ഇതുവരെ താണുപോയിട്ടില്ല. എത്ര പേർ അതിനോട് യോജിക്കുന്നു? ദൈവത്തിന് രക്ഷിപ്പാൻ കഴിയാത്ത ആഴങ്ങളിലേക്കും ആരും താണുപോയിട്ടില്ല. യു കനോട്ട് സിങ്ക് ടു എ ഡെപ്ത് ലോവർ ദാൻ വേർ ഗോഡ് ക്യാൻ വർക്ക്. ദൈവത്തിന് ഏത് കുഴിയിൽ നിന്നും നമ്മെ പൊക്കിയെടുക്കുവാൻ കഴിയും. ഇന്ന് രാത്രി ജീവിതത്തിൽ തങ്ങളുടെ സ്വപ്നങ്ങൾ, ആശകൾ, അഭിലാഷങ്ങൾ ഇവയൊക്കെ തകർന്ന് പൂഴിയിൽ പതിക്കുന്നത് കണ്ട് വേദനയോടെ ജീവിതത്തിന്റെ പ്രതീക്ഷകളുടെ എല്ലാം തകർന്ന അവസ്ഥയിൽ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവത്തിന് രക്ഷിപ്പാൻ കഴിയാത്ത, ദൈവത്തിന് പണിയാൻ കഴിയാത്ത, ദൈവത്തിന് ഉയർത്തിയെടുക്കുവാൻ കഴിയാത്ത ഒരു താഴ്ചയിലും ആരും ഇന്ന് രാത്രി അകപ്പെട്ടിട്ടില്ല. വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി ദൈവം തന്റെ പ്രവൃത്തി കൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കുന്ന രാത്രിയെന്ന് ഞാൻ വിശ്വാസത്തിൽ നിങ്ങളോട് ഉറപ്പായി പ്രഖ്യാപിക്കട്ടെ. സ്തോത്രം. യേശു ഈ അത്ഭുതം ചെയ്യുന്നത് ഒരു വഴിയാത്രയിലാണ്. അവർ സേവിയർ വാസ് ജേർണിങ് and he works miracle while on the road. യേശു വഴിയിൽ വെച്ചാണ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഒരു വഴിയാത്രയിലാണ്. യേശുവും തന്റെ ശിഷ്യന്മാരും വലിയൊരു പുരുഷാരവും അവർ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോവുകയാണ്. പട്ടണവാതിൽക്കലോട് അടുത്തപ്പോൾ എതിർദിശയിൽ നിന്ന് ഒരു മൃത ശരീരവും ഒരു ശവമഞ്ചത്തിൽ വെച്ച് അതും പേറി വരുന്ന ഒരു വിലാപ യാത്രാ സംഘം. ഈ രണ്ട് യാത്രാ സംഘവും നയീൻ പട്ടണത്തിന്റെ വാതിൽക്കൽ കണ്ടുമുട്ടുന്നു. അവിടെ വഴിയിൽ വെച്ചാണ് യേശു ഒരത്ഭുതം പ്രവർത്തിക്കുന്നത്. നയീൻ എന്ന പട്ടണം ഗലീലയുടെ തെക്കൻ അതിർത്തി പട്ടണമാണ്. യെരൂശലേമിലേക്ക് പോകുന്ന റോഡിന്റെ വശത്താണ് ഈ പട്ടണം നിലകൊള്ളുന്നത്. യേശു വളർന്ന നസറേത്തിൽ നിന്ന് 10 മൈൽ തെക്കായിട്ട് നിലകൊള്ളുന്ന ഒരു ചെറിയ പട്ടണമാണ് നയീൻ പട്ടണം. ഈ പട്ടണത്തിലേക്ക് യേശു പോകുന്ന വഴിയിലാണ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഇതും ഒരു സന്ദേശം ഇന്ന് രാത്രി നമ്മോട് പറയുന്നു. നോ ടൈം ആൻഡ് നോ പ്ലേസ് can find my Jesus unwilling or unable. എന്റെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല, ഒരു സമയവുമില്ല. ഏത് സമയത്തും ഏത് സ്ഥലത്തും ഇന്ന് രാത്രി ഇവിടെയും തൻകലേകാഗ്രചിത്തന്മാരായിരിക്കുന്ന ജനത്തിനു വേണ്ടി ബലവാനെന്ന് കാണിക്കേണ്ടതിന് തന്റെ ജനത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണ് ഇന്ന് രാത്രി നമ്മുടെ മേലും ശ്രദ്ധയോടെ പതിയുകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും ഏത് സ്ഥലത്തും. കർമ്മേലിന്റെ കൊടുമുടിയിൽ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാക്കുകൾ ഇങ്ങനെയാണ്.
കർമ്മേലിൽ വെച്ച് ജീവനുള്ള ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തേണ്ടതിന് തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം ജീവനുള്ള ദൈവമെന്ന് രണ്ട് കൂട്ടരും സമ്മതിച്ചു. ബാലിന്റെ പ്രവാചകന്മാരും യഹോവയുടെ പ്രവാചകനായി ഏലിയാവും. ബാലിന്റെ പ്രവാചകന്മാർക്ക് ആ യാഗപീഠം പണിത് യാഗപീഠത്തിന്മേൽ യാഗവസ്തുവിനെ വെച്ച് അവരുടെ ദേവന്മാരോട് പ്രാർത്ഥിപ്പാൻ ആദ്യ അവസരം നൽകി. അവർ രാവിലെ മുതൽ ഉച്ചവരെ ബാലിന്റെ പ്രവാചകന്മാർ അവരുടെ ദേവന്മാരോട് പ്രാർത്ഥിച്ചു, തീ കൊണ്ട് ബാലെ ഉത്തരമരുളണമേ. അവരുടെ ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചവർ പ്രാർത്ഥിച്ചു. പക്ഷെ ഫലമുണ്ടായില്ല. കാരണം ബാല് സത്യമല്ല, മിഥ്യയാണ്. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, ഉറക്ക വിളിക്ക്, പക്ഷേ അവൻ യാത്രയിലായിരിക്കാം. ഉറക്ക വിളിക്ക്, പക്ഷേ അവൻ ഉറങ്ങുകയായിരിക്കാം. ബാലിന്റെ പ്രവാചകന്മാർ ഉറക്ക വിളിച്ചു, പക്ഷേ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല. എന്നാൽ ഏലിയാവിന്റെ ദൈവം ആ ദൈവസന്നിധിയിൽ കഴിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം തീ കൊണ്ട് ഉത്തരമരുളി. അത് ആ സംഭവത്തിന്റെ ഒരു ബാക്കി പത്രമാണ്. അത് പറയാൻ ആ സംഭവത്തിൽ ഞാൻ ഓർമ്മിപ്പാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. ഏലിയാവ് പറഞ്ഞു, ഉറക്ക വിളിക്ക്, പക്ഷേ അവൻ വഴിയാത്രയിലായിരിക്കാം. ഇന്ന് അവർ വിളിച്ചു, പക്ഷെ ബാൽ ഉത്തരമരുളിയില്ല. എന്നാൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവൻ ഏത് സ്ഥലത്തും ഏത് സമയത്തും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ ദൈവമെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി മൗനമായിരിക്കാതെ നമ്മുടെ കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരിക്കലെങ്കിലും ആ അനുഭവം ജീവിതത്തിൽ പ്രാപിച്ച ദൈവജനം ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. എളിയവരുടെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയാത്ത ദൈവത്തെ അത്രേ ഞാനും നിങ്ങളും ഇന്ന് രാത്രിയും വിളിച്ചപേക്ഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴിയാത്രയിൽ വെച്ച് കർത്താവ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതായി കാണുവാൻ കഴിയും. ശ്രദ്ധിക്കുക, യേശുവും തന്റെ ശിഷ്യന്മാരും അവനോട് കൂടെ വലിയൊരു പുരുഷാരവും നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുന്നു. നയീൻ പട്ടണത്തിൽ നിന്ന് വെളിയിലേക്ക് ഒരു വിലാപ യാത്രാ സംഘം ഒരു ശവമഞ്ചവും പേറി വരുന്നു. ഈ രണ്ട് യാത്രാ സംഘത്തെയും ഒരു നിമിഷം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Let us see the composition of the crowd. ഈ രണ്ട് കൂട്ടത്തെയും നമുക്കൊരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കാം. One crowd was following Christ. ഒരു കൂട്ടം പിന്തുടരുന്നത് യേശുവിനെയാ. One crowd was following a coffin. മറ്റൊരു കൂട്ടർ പിന്തുടരുന്നത് ഒരു ശവപ്പെട്ടിയാ. These two crowds represent two groups of people living in this world. ഈ ലോകത്തിൽ ജീവിക്കുന്ന രണ്ട് കൂട്ടം ജനത്തെയാ ഈ രണ്ട് കൂട്ടർ പ്രതിനിധാനം ചെയ്യുന്നത്. One group is following life. ഒരു കൂട്ടം പിന്തുടരുന്നത് ജീവനെയാ. While the other group is following the death. അടുത്ത ഗ്രൂപ്പ് പിന്തുടരുന്നത് മരണത്തെയാ. ഒരു കൂട്ടം പിന്തുടരുന്നത് യേശുവിനെ, മറ്റൊരു കൂട്ടം പിന്തുടരുന്നത് ഒരു ശവപ്പെട്ടിയെ. ഒരു കൂട്ടം പിന്തുടരുന്നത് ജീവനെ, മറ്റൊരു കൂട്ടം പിന്തുടരുന്നത് മരണത്തെയാണ്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ഇതാ ഞാൻ ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപാകെ വയ്ക്കുന്നു എന്നുള്ളതിന് ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തുന്നു. എന്നാൽ ഇന്ന് രാത്രി ജീവിച്ചിരിക്കേണ്ടതിന് ജീവനായ യേശുവിനെ തെരഞ്ഞെടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി സന്തോഷിക്കട്ടെ. ജീവനായ യേശുവിനെ പിൻപറ്റുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ മൗനമായിരിക്കരുത്. ഉച്ചത്തിൽ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഈ വഴിയാത്രയിൽ ഈ നയീൻ പട്ടണത്തിന്റെ വാതിൽക്കൽ വെച്ച് യേശു ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ദ സീരിയസ്നെസ് ഓഫ് ദ പ്രോബ്ലം, യേശു കൈകാര്യം ചെയ്യുന്ന ആ വിഷയത്തിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം.
സ്തോത്രം. ഞാൻ പറയട്ടെ, യേശു കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന്റെ ഗൗരവം മരണകരമായ ഒരു വിഷയത്തെയാ എന്റെ യേശു കൈകാര്യം ചെയ്യുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയട്ടെ. God loves to work when mankind is backed into a corner with no way out. രക്ഷപ്പെടുവാൻ ഒരു പഴുതും കാണാതെ നിസ്സഹായരായി കയ്യും കെട്ടി ഞാനും നിങ്ങളും മാറി നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതബന്ധിയായ വിഷയത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തെ അത്രേ ഇന്ന് രാത്രി തിരുവെഴുത്ത് നമുക്ക് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, പഴയ നിയമം പഠിച്ചിട്ടുള്ളവർ ഇസ്രായേൽ ജനം മിസ്രയീമിൽ 400-ലധികം വർഷം അടിമത്തത്തിലായിരുന്നു. അവിടെ നിന്ന് വിടുവിക്കപ്പെട്ട ആ ജനം അവർ ഇപ്പോൾ വന്നെത്തിയ ചെങ്കടലിന്റെ തീരത്താണ്. സ്തോത്രം. ദൈവം അവരെ വിടുവിച്ച ആ രംഗം നാം ഒന്ന് നോക്കുക. സ്തോത്രം. God delivered the people of Israel when they were trapped between the armies of Egypt and the sea and the Red Sea. ചെങ്കടലിന്റെയും ഫറവോന്റെ സൈന്യത്തിന്റെയും നടുവിൽ ഒരു കെണിയിൽ അകപ്പെട്ടതുപോലെ ഇസ്രായേൽ ജനം അകപ്പെട്ടപ്പോൾ വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് പക്ഷി എന്നതുപോലെ അവരുടെ പ്രാണ രക്ഷിപ്പാൻ ഇറങ്ങി വന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിന്റെ നടുവിലും വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് അകലെയല്ല. അതനുഭവിച്ചറിയുവാൻ ദൈവം സംഗതി വരുത്തും. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ജനം ഇന്ന് രാത്രി തയ്യാറാകട്ടെ. ഓ രാബാദാല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അത്ഭുത പ്രവൃത്തി ഞാൻ ഇതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ ശ്രദ്ധിക്കണം. ദൈവം എന്നെ എന്റെ ആത്മാവിൽ നയ്യൻ പട്ടണ വാതിൽക്കലേക്ക് കൊണ്ടുപോയി. ഈ കാഴ്ച ഒരു നേർക്കാഴ്ച എന്നതുപോലെ ദൈവാത്മാവ് എനിക്ക് കാണിച്ചു തന്നു. ആ കാഴ്ചയാണ് തുടർന്ന് ഞാൻ നിങ്ങളോട് വിവരിപ്പാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. ഈ വചനം ഞാൻ മണിക്കൂറുകൾ ധ്യാനിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവിനെ ആ സംഭവം ഒരു നേർക്കാഴ്ച കാണുന്നത് പോലെ ദൈവാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. യേശുവും തന്റെ ശിഷ്യന്മാരും അവനോടുകൂടെ വലിയൊരു പുരുഷാരോ നയ്യൻ എന്ന പട്ടണത്തിലേക്ക് പോകുന്നു. പട്ടണത്തിൽ നിന്നൊരു വിലാപയാത്രാ സംഘം ഒരു ശവമഞ്ചവും പേറി വരുന്നു. യേശു അടുത്ത് ചെല്ലുമ്പോൾ പട്ടണവാതിൽക്കൽ നിന്ന് വിലാപയാത്രാ സംഘം പുറത്തു വരികയാണ്. അവർ ബ്ലസ്സഡ് സേവിയർ സോ ഓൾ അറ്റ് എ ഗ്ലാൻസ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവ് ഒറ്റ നോട്ടത്തിൽ എല്ലാം കണ്ടു. He saw the chief mourner and read her innermost heart. ഏറ്റവും അധികം വേദനയോടെ കരയുന്ന വ്യക്തിയെ എന്റെ യേശു നോക്കി കണ്ടു. അവിടെ ഹൃദയത്തിന്റെ വേദനയെ ദൂരത്ത് നിന്ന് എന്റെ യേശു നോക്കി അറിഞ്ഞു, വായിച്ചറിഞ്ഞു. സ്തോത്രം. വൈധവ്യത്തിന്റെ ഒരുപാട് കണ്ണുനീർ ഇതിനോടകം കുടിച്ച ഒരു സ്ത്രീയാണ് ഈ മരിച്ചവന്റെ അമ്മ. അവളുടെ യൗവനത്തില് അവളുടെ ഭർത്താവ് മരിച്ചുപോയി. ഇന്ന് ഞാൻ ട്രെയിൻ ഇങ്ങോട്ട് വരുമ്പോൾ മർത്തോമേലെ ഒരു അച്ഛനുണ്ടായിരുന്നു, മാത്യു ജോർജ് എന്ന് പറയുന്ന ഒരു അച്ഛൻ. 79 വയസ്സുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മർത്തോമേലെ ഒരു അച്ഛനാകാൻ തീരുമാനമെടുക്കാനുള്ള കാരണം പറഞ്ഞു. അദ്ദേഹത്തിന്റെ അമ്മയുടെ അമ്മ 22 വയസ്സിൽ വിധവയായി. അന്ന് ഈ അച്ഛന്റെ അമ്മയ്ക്ക് 2 വയസ്സ്.
ആ വല്യമ്മ പിന്നെ വിവാഹം കഴിക്കാൻ അവരെ പലരും നിർബന്ധിച്ച് വിവാഹം കഴിച്ചില്ല. ഈ മകളെ വളർത്തി. അവരെടുത്ത ഒരു തീരുമാനമായിരുന്നു, ഈ മകൾക്കുണ്ടാകുന്ന ആളെ ദൈവമകൻ പറഞ്ഞയക്കണം. അച്ഛൻ പറഞ്ഞ അനുഭവം അപ്പഴേ ഓർത്തു. 22 വയസ്സിൽ വൈധവ്യത്തിലായ ഒരു വ്യക്തി. ഇവിടെ നയീൻ പട്ടണത്തിലെ വിധവയ്ക്ക് എത്ര വയസ്സുണ്ടെന്ന് കൃത്യമായി അവിടെ അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും നമുക്കറിയാം, നന്ന യൗവനത്തിൽ വൈധവ്യത്തിന്റെ ഒരുപാട് കണ്ണുനീർ ഈ സ്ത്രീ കുടിച്ചു കഴിഞ്ഞതാ. അവൾക്ക് ജീവിക്കാൻ പിന്നെ ബലം നൽകിയത് അവളുടെ മുൻപിൽ വളരുന്ന ഏക മകനാ, ഒരേ ഒരു മകൻ. ആ മകനും നന്ന ബാല്യത്തിലേക്ക് പാദമെടുത്തു വെച്ചതേ ഉള്ളൂ. മരണം ആ ബാല്യക്കാരനെ കരങ്ങളിൽ പിടിച്ച് ഞെരിച്ചുടച്ചു. ആ താങ്ങാനാവാത്ത വേദനയുമായി ആ ശവമഞ്ചത്തോട് ചേർന്ന് നടക്കുന്ന ആ സ്ത്രീയെ, ഏറ്റവും വേദനയോടെ കരയുന്ന ആ സ്ത്രീയെ എന്റെ യേശു ഒറ്റ നോട്ടത്തിൽ കണ്ടു. ഇന്ന് രാത്രി എനിക്ക് വിളിച്ചു പറയാനുള്ള സന്ദേശം ഇതാണ്. He takes such a notice of our grief. നമ്മുടെ ദുഃഖങ്ങളെ അത്ര ആഴത്തിൽ നോക്കിക്കാണുന്ന മനസ്സരിവുള്ള ഒരു യേശു ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ ഓഡിറ്റോറിയത്തിൽ 100 കണക്കിന് ആളുകളുണ്ട്. എന്നാൽ ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിന്റെ ദൃഷ്ടി വന്ന് പതിയുന്നത് ഏറ്റവും അധികം ആവശ്യത്തിന്റെ മുഖത്ത് ആയിരിക്കുന്ന വ്യക്തിയുടെ മേലാണ്. അവിടുത്തെ ശ്രദ്ധാനിരതമായ കണ്ണുകൾ ഇന്ന് രാത്രി നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ദുഃഖങ്ങളെ, വേദനകളെ, മറ്റാരും അറിയാത്ത ജീവിതത്തിന്റെ തകർച്ചകളെ അത്ര ആഴമായി നോക്കിക്കാണുന്ന യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിന്റെ മധ്യത്തിലുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് വീണ്ടും മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഈ സ്ത്രീ, she was both sonless and spouseless. ഈ വിധവ, ഭർത്താവ് അവൾക്കില്ല, മകനും അവൾക്കില്ല. അവൾക്കുണ്ടായിരുന്ന ഏകജാതനായ മകൻ, അവൻ മരണപ്പെട്ടു. ശ്രദ്ധിക്കണം, ആ കാലത്ത് യഹൂദ സ്ത്രീകൾക്ക് കല്യാണം കഴിച്ച് മക്കളില്ലാതിരിക്കുന്നത് ഒരു വലിയ കലാമിറ്റിയാണ്, ഒരു വലിയ ദുരന്തം പോലെയാണ് കാണുന്നത്. എന്നാൽ അതിനേക്കാൾ വലിയ ദുരന്തമാണ് ഏക മകനുണ്ടായിട്ട് ആ മകൻ നേരത്തെ മരണപ്പെട്ടു പോകുന്നത്. അത്ര വലിയ ദുഃഖമാണ് ഈ സ്ത്രീ തന്റെ ഉള്ളത്തിൽ പേറുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ദുഃഖം അപ്പൻ മരണപ്പെടുമ്പോഴുണ്ടാകുന്ന ദുഃഖമല്ല, അമ്മ മരണപ്പെടുമ്പോഴുണ്ടാകുന്ന ദുഃഖമല്ല, ഭർത്താവ് മരണപ്പെടുമ്പോഴുണ്ടാകുന്ന ദുഃഖമല്ല. ദുഃഖങ്ങളുടെ ഉച്ചസ്ഥായിയെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നത് ഭാര്യ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖമല്ല. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ദുഃഖം, ഏറ്റവും വലിയ ദുഃഖം ഏക മകനുണ്ടായിരുന്നിട്ട്, ഏക കുഞ്ഞുണ്ടായിരുന്നിട്ട് ആ കുഞ്ഞ് മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖമാണ്. വിശുദ്ധ ബൈബിൾ ദുഃഖങ്ങളുടെ ഉച്ചസ്ഥായിയെ വെളിപ്പെടുത്തുവാൻ അതാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഞാൻ തെളിയിക്കാം. യെരമ്യാ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. ജെറമയ ചാപ്റ്റർ 6 വേഴ്സ് 26 അവിടെ വായിക്കുന്നത്, എന്റെ ജനത്തിന്റെ പുത്രിയെ, നീ രട്ടിലും വെണ്ണീരിലും കിടന്ന് ഉരുളുക, ഏകജാതനെ കുറിച്ച് എന്ന പോലെയുള്ള വിലാപം കഴിച്ചുകൊള്ളുക. സ്തോത്രം. നീ രട്ടിലും വെണ്ണീരിലും കിടന്നുരുളുക, ഏകജാതനെ കുറിച്ച് എന്ന പോലെയുള്ള കഠിനമായ വിലാപം കഴിച്ചുകൊള്ളുക. ഏക മകൻ മരണപ്പെടുമ്പോഴുണ്ടാകുന്ന ദുഃഖമാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ദുഃഖം. തീർന്നില്ല. സഖരിയ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അന്നാളിൽ ഞാൻ യെരൂശലേം നിവാസികളുടെ മേലും ദാവീദ് ഗൃഹത്തിന്റെ മേലും കൃപയുടെയും യാചനയുടെയും
ആത്മാവിനെ പകരും. അവർ തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. ഏകജാതനെ കുറിച്ച് എന്ന പോലെ അവർ അന്ന് വിലപിക്കുമെന്നാണ്. യഹൂദന്മാര് യേശുവിന്റെ മഹത്വ പ്രത്യക്ഷത കണ്ട് യേശുവിനെയാണല്ലോ അവരും അവരുടെ പിതാക്കന്മാരും ക്രൂശിച്ചതെന്ന് തിരിച്ചറിഞ്ഞ് വിലപിക്കുന്ന വിലാപത്തെ പ്രവാചകൻ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് സെഖരിയ 12:10. അന്നാളിൽ യെരൂശലേം നിവാസികളുടെ മേലും ദാവീദ് ഗൃഹത്തിന്റെ മേലും ഞാൻ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. അവർ തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. ഏകജാതനെ കുറിച്ച് എന്ന പോലെ അവർ അന്ന് വിലപിക്കും. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ദുഃഖം ഏകജാതൻ മരണപ്പെടുമ്പോഴുണ്ടാകുന്ന ദുഃഖമാണ്. എന്നാൽ ആ ദുഃഖത്തെ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കാണ്ട് അതിന് ശാശ്വത പരിഹാരം വരുത്തുവാൻ ഇതാ യേശുവിന്റെ സാന്നിധ്യം അന്ന് നയീൻ പട്ടണവാതിൽക്കലേക്ക് കടന്നു ചെന്ന ദൈവ സാന്നിധ്യം ഈ ഓഡിറ്റോറിയത്തിന്റെ നടുവിലും വെളിപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ കൂട്ടായ്മയുടെ നടുവിൽ നടുനായകത്വം വഹിക്കുന്ന യേശുവിന്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ ഇന്ന് രാത്രി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വം നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണും. ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ നമ്മുടെ ആളത്വങ്ങളിലേക്ക് കർത്താവ് പകർന്നു തരും. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ സാന്നിധ്യം ജനം അനുഭവിക്കും. വിശ്വാസത്തോടെ കരങ്ങളെ അടിച്ച് നമുക്ക് വീണ്ടും ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഇനി അല്പസമയം ആ സ്ത്രീയെ, ആ അമ്മയെക്കുറിച്ച് 2-3 വാക്കുകളോടെ എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ അല്പസമയത്തിന് ശേഷം വിശദീകരിക്കാം. ദ മീറ്റിംഗ് ടുഗദർ ഓഫ് 2 ഓൺലി സൺസ്, 2 ഏകജാതന്മാർ തമ്മിൽ നയീൻ പട്ടണത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന രംഗം. യേശുവും തന്റെ ശിഷ്യന്മാരും വലിയൊരു പുരുഷാരവും നയീൻ പട്ടണത്തിന്റെ വാതിൽക്കൽ ഇപ്പോൾ എത്തി. പട്ടണത്തിൽ നിന്ന് വെളിയിലേക്ക് ഒരു ശവമഞ്ചവും പേർ വിലാപയാത്രാ സംഘം വരികയാണ്. ഈ 2 ഏകജാതന്മാരെ നമുക്കൊരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ പറയട്ടെ, എതിർദിശയിൽ നിന്ന് വരുന്നത് നയീൻ പട്ടണത്തിലെ വിധവയുടെ ഏകജാതന ചുമന്നുകൊണ്ടുവരുന്നത് നയീൻ പട്ടണത്തിലെ വിധവയുടെ ഏകജാതനാണ്. എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ ഏകജാതന. നയീൻ പട്ടണത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുന്നത് മരണം കരങ്ങളിൽ പിടിച്ച് ഞെരിച്ചുടച്ച നമ്മെ ബാല്യത്തിലെ മരണം വിഴുങ്ങിയ നയീനിലെ വിധവയുടെ ഏകജാതന. എന്നാൽ ആ ശവമഞ്ചത്തിനരികിലേക്ക് നടന്ന് നീങ്ങുന്നത് മരണത്തെയും പാതാളത്തെയും കാൽ കീഴാക്കിയ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നരുളി ചെയ്ത ദൈവത്തിന്റെ ഏകജാതനാണ്. ഓൺലി എന്നാണ്. ഓൺലി അതിന്റെ ഗ്രീക്ക് വാക്ക് മൊണോഗണസ് എന്നാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു, നയീൻ പട്ടണത്തിൽ നിന്ന് വാതിൽക്കലേക്ക് അടുത്ത് ചെല്ലുന്നത് ആരാണെന്നറിയാമോ? He is the monogamous of the monogamous, just as he is mentioned in the book of Revelation chapter 19 verse 16. He is the King of the kings and the Lord
ലോർഡ് ഓഫ് ദ ലോർഡ്സ്. യേശു കർത്താവെന്ന്, രാജാവെന്ന് വെളിപ്പാട് പുസ്തകം 19:16 പറയുന്നത് പോലെ ഇതാ അവിടുന്ന് അയീനിലേക്ക് നടന്നു നീങ്ങുന്നത് ഏകജാതന്മാരിൽ ഏകജാതനായ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ യേശു ഹി ഈസ് നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ. അവനൊരു സാധാരണക്കാരനല്ല. തുല്യതയില്ലാത്ത അതുല്യനായ ദൈവത്തെ അത്രേ ഞാനും നിങ്ങളും സേവിക്കുന്നത്. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷിക്കട്ടെ. He is incomparable. He is invariable. He is immutable. He is the Alpha and the Omega. He is the beginning and the end. He is the rose of Sharon. He is the fairest of 10,000s. He is the King of the kings. He is the Lord of the lords. He is the monogamous of the monogamous. He is the God above all other gods of this earth. അവൻ ഭൂമിയിൽ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവായ ദൈവം. ഈ തിരിച്ചറിവ് പ്രാപിച്ച ദൈവജനം സന്തോഷത്തോടെ കരങ്ങളെ അടിച്ച് നമുക്ക് വീണ്ടും ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ദൈവാത്മാവനെ കാഴ്ച അല്പം കൂടെ വ്യക്തമായി കാണിച്ചു തന്നു. ഇനി എല്ലാവരുടെയും ശ്രദ്ധ ആ പുരുഷാരത്തിൽ നിന്ന്, ആ വിധവയിൽ നിന്ന്, ശവമഞ്ചത്തിൽ നിന്നൊക്കെ ആ ശ്രദ്ധ തിരിക്കേണ്ട. ഫിക്സ് യുവർ ഐസ് അപ്പോൺ ജീസസ്. യേശുവിലേക്ക് നമ്മുടെ കണ്ണ് ഒന്ന് ഉയർത്തി നോക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്നെ. യുദ്ധം ജയിച്ചു വരുന്ന ഒരു റോമൻ മിലിറ്ററി ജനറലിന്റെ പ്രതാപത്തോടെ എന്റെ യേശു ആ ശവമഞ്ചത്തിനരികിലേക്ക് ഇതാ പ്രതാപശാലിയായി അടുത്തു വരികയാണ്. ആ കാലഘട്ടത്തിൽ ലോകം ഭരിച്ചത് റോമൻ ഗവൺമെന്റ്. റോം അന്ന് അനേക യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത യുദ്ധങ്ങളിൽ അവർ വിജയിച്ച ചരിത്രമാണുള്ളത്. യുദ്ധം ജയിച്ചു വരുന്ന ഒരു മിലിറ്ററി ജനറൽ തല കുനിച്ചല്ല വരുന്നത്. ഞാൻ പറയട്ടെ, യേശുവിന് ആരുടെയും മുൻപിൽ ഇന്ന് വരെ തല കുനിക്കേണ്ടി വന്നിട്ടില്ല. മരണത്തിന്റെ മുൻപിലും സ്തോത്രം. യുദ്ധം ജയിച്ചു വരുന്ന ഒരു മിലിറ്ററി ജനറലിന്റെ പ്രതാപത്തോടെ എന്റെ യേശു ഇതാ ആ ശവമഞ്ചത്തോട് അടുത്തു വരികയാണ്. യേശുവിന്റെ വിരൽത്തുമ്പ് ആ ശവമഞ്ചത്തെ ഒന്ന് തൊട്ടതേ ഉള്ളൂ. മഞ്ചം ചുമക്കുന്നവർ നിന്നു. എനിക്കിന്ന് രാത്രി വിളിച്ചു പറയുവാനുള്ള സന്ദേശം ഇതാണ്. സ്തോത്രം. മരണരഥത്തിന്റെ ഓട്ടം നിലയ്ക്കുമാറാകുന്നതുപോലെ യേശുവിന്റെ ഒരു തൊടൽ മതിയായിരുന്നു. യേശുവിന്റെ വിരലൊന്ന് തൊട്ടതേ ഉള്ളൂ. മരണരഥത്തിന്റെ ഓട്ടം നിലച്ചു. ഇന്ന് രാത്രിയിലും മരണകരമായ വിഷയങ്ങളെ ജീവിതത്തിൽ പേറുന്ന വ്യക്തികളുടെ മേൽ അവിടുത്തെ കരം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരികയാണ്. അവിടുത്തെ കരമൊന്ന് തൊട്ടാൽ മതി. മരണകരമായ ഏത് വ്യാധിയും ഇന്ന് രാത്രി അഴിഞ്ഞു മാറും. ദൈവപുത്രന്റെ മഹത്വം നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ സ്വർഗം നമുക്ക് കൃപ ചെയ്യും. ഹല്ലേലൂയ. മരണരഥത്തിന്റെ ഓട്ടം നിലയ്ക്കുമാറാക്കിയ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. അത്യന്ത സങ്കീർണമായ ജീവിത പ്രശ്നങ്ങൾ, സ്തോത്രം, ഇതിലും ഭേദം മരണമായിരുന്നു എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങൾ, ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ആരും അറിയാതെ കൊണ്ട് നടക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന
ജീവിത പ്രതിബന്ധിയായ വിഷയങ്ങൾ. ഇന്ന് രാത്രി അതിന്റെ മേൽ എന്റെ കർത്താവിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയാ. എത്ര പേർ വിശ്വസിക്കും? കർത്താവിന്റെ കരം ഇന്ന് രാത്രി എന്റെ വിഷയങ്ങളുടെ മേൽ, നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി സൗഖ്യമായി, വിടുതലായി, അത്ഭുതമായി, ആശ്ചര്യമായി വെളിപ്പെടുന്ന രാത്രിയ. വിശ്വസിച്ചൊന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ വിശ്വസിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവപുത്രനുള്ള വിശ്വാസം ഒരിക്കലും അസ്ഥാനത്താകില്ല. മരിച്ചവരെ ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവപുത്രനിലുള്ള വിശ്വാസം ഒരിക്കലും അസ്ഥാനത്ത് ആകയില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ നോക്കി, ദൈവാത്മാവിനോട് പറഞ്ഞു, ശ്രദ്ധിച്ചു നോക്കിക്കാണ്. ഞാൻ നോക്കിയപ്പോൾ ആ ശവമഞ്ചത്തിനു ചുറ്റും ഒരു വലിയ സൈന്യം ആർത്തട്ടഹസിച്ച് തിമിർത്ത് നൃത്തം ചെയ്യുകയാണ്. ആ ശവമഞ്ചത്തിന് ചുറ്റും ഒരു സൈന്യം ആഘോഷപൂർവം തിമിർത്താടുകയാണ്. ആരാണെന്നറിയാമോ ആ സൈന്യം? മരണവും അവന്റെ ദൂതന്മാരുമാണ്. മരണദൂതനും അവന്റെ സൈന്യവുമാണ്. ഒരു കുടുംബത്തിന്റെ സന്തോഷം, തല്ലിക്കെടുത്തിയതിന്റെ ആനന്ദം, മൃഗീയ ആനന്ദം, നരക ശക്തികൾ ഇവിടെ കൊണ്ടാടുകയാണ്. ഒരു വിധവയുടെ ആശ്രയമായിരുന്ന മകനെ കയ്യിൽ അകപ്പെടുത്തിയതിന്റെ സന്തോഷം മരണദൂതനും അവന്റെ സൈന്യവും കൊണ്ടാടുകയാണ്. ഹലോ, കുടുംബജീവിതത്തിലെ സമാധാനം, ഭാര്യ ഭർത്തൃബന്ധത്തിലെ ഐക്യത, തലമുറകൾക്ക് വരേണ്ടുന്ന നന്മയെ വഴിമധ്യേ തടഞ്ഞ് അവരിൽ സന്തോഷിപ്പാൻ കഴിയാതെ മക്കളെ ചൊല്ലി ഹൃദയം വേദനിക്കുന്ന മാതാപിതാക്കൾ ആരെങ്കിലും ഇന്ന് രാത്രി ഇത് കേൾക്കുന്നെങ്കിൽ ഈ സന്ദേശം മറ്റാർക്കുമുള്ളതല്ല, നിങ്ങൾക്കുള്ള സന്ദേശമാണ്. സ്തോത്രം. പ്രവാചകനിലൂടെ ദൈവം വിളിച്ചു പറയുന്നു, ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ? അല്ല, നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ? ബലവാൻ കവർന്നുകൊണ്ടുപോയി ഇന്ന് അനേക തലമുറകളെ, അനേക ക്രിസ്തീയ കുടുംബങ്ങളിലെ തലമുറകളെ ശത്രു കവർന്നുകൊണ്ടുപോയി. അതിനെ, ആ കാഴ്ച നോക്കിക്കൊണ്ടാണ് ദൈവപുത്രൻ ചോദിക്കുന്നത്, ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ? കവർന്നുകൊണ്ടുപോയത് തിരിച്ചെടുക്കാമോ? നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ? നിഷ്കണ്ടകൻ എന്ന വാക്കിനർത്ഥം ടെറിബിൾ എന്ന, ഭീകരന്മാർ, ഭീകരപ്രസ്ഥാനം. വിമാനമൊക്കെ ഹൈജാക്ക് ചെയ്ത് നിഷ്കളങ്കരായ ആളുകളെ വെച്ച് വിലപേശുന്ന ഭീകര പ്രസ്ഥാനങ്ങളില്ലേ? അതുപോലെ ഭീകരനായ ശത്രു തലമുറകളെ, ആരോഗ്യത്തെ, സന്തോഷത്തെ കവർന്നുകൊണ്ടുപോയി, നിഷ്കണ്ടകൻ ബദ്ധനാക്കി കൊണ്ടുപോയി തടവിലാക്കി. ആ തടവുകാരെ മോചിപ്പിക്കാമോ? സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാനോട് കവർച്ച എടുത്തു കളയാം, നിഷ്കണ്ടകനോട് ബദ്ധന്മാരെ വിടുവിക്കാം. എന്നിട്ട് പറയുക, നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു, രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു, രക്ഷ രക്ഷകനായ യേശുവിലത്രേ. കവർന്നു കൊണ്ടുപോയതിന്, സാത്താൻ പിടിച്ചു കൊണ്ടുപോയതിന്, അപഹരിച്ചതിന് ഇന്ന് രാത്രി വിശ്വസിക്കുമെങ്കിൽ, ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുവാൻ ജനം തയ്യാറാകുമെങ്കിൽ,
സമർപ്പിക്കുമെങ്കിൽ അതിനെ മടക്കി തരുവാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി അതൊന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന ദൈവമക്കളൊന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഉച്ചത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ മരണദൂതനും അവന്റെ സൈന്യവും അതിന്റെ ചുറ്റും നൃത്തം ചെയ്യുകയാണ്. ആ സാഹചര്യത്തിലേക്കാണ് എന്റെ യേശു അടുത്തു ചെല്ലുന്നത്. ശ്രദ്ധിക്കണം, ആരുടെയും ശ്രദ്ധ പോയി പോകരുത്. ടിൽ നൗ ഡെത്ത് വാസ് ദ ചാമ്പ്യൻ. ഇതുവരെ മരണമായിരുന്നു ചാമ്പ്യൻ. ഈ നിമിഷം വരെ മരണമായിരുന്നു ജേതാവ്. എന്നാൽ ഈ മരണരഥത്തിന്റെ ഓട്ടത്തെ യേശുവിന്റെ വിരൽത്തുമ്പ് കൊണ്ട് തൊട്ടപ്പോൾ, ആ ഓട്ടം നിലച്ചപ്പോൾ മരണദൂതനും സൈന്യവും തല ഉയർത്തി നോക്കി. അവർ കണ്ടതാരെയാണെന്നറിയാമോ? ഇൻ ജീസസ് ഡെത്ത് സോ ഹിസ് ഡിസ്ട്രോയർ. മരണത്തിന് മരണം വിധിക്കാൻ വന്ന ദൈവത്തിന്റെ പുത്രനെ മരണദൂതൻ നോക്കി കണ്ടു. അവർ അത്ഭുതപ്പെട്ടു. സ്തോത്രം. തല ഉയർത്തി നോക്കിയപ്പോൾ അവർ കണ്ടത് മരണത്തെ തന്റെ മരണം കൊണ്ട് തോൽപ്പിക്കാൻ വന്ന ദൈവത്തിന്റെ പുത്രനെയാ. സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. സ്തോത്രം. ഇന്ന് രാത്രി മരണത്തെ ജയിച്ച, കല്ലറകളെ ജയിച്ച, മരണപാശങ്ങളെ അറുത്തു നീക്കിയ, മരണഭീതിയിലായിരുന്ന നമ്മയൊക്കെയും വിടുവിച്ച ദൈവപുത്രന്റെ സാന്നിധ്യം നിറവായി ഈ ഓഡിറ്റോറിയത്തിന്റെ നടുവിലുണ്ട്. കാരണം ദൈവവചനം അത് ഉറപ്പാക്കുന്നു. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. ഈ വചനം സത്യം, ഈ വചനം സത്യം, ഈ വചനം സത്യം. ദൈവപുത്രൻ ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ട്. രക്ഷിക്കുന്ന വല്ലഭനായി, സൗഖ്യമാക്കുന്ന യഹോവയായി ഇതിന്റെ നടുവിൽ നടകൊള്ളുന്ന ദൈവപുത്രനെ വിശ്വാസത്തിന്റെ കരം നീട്ടി തൊടുവാൻ എത്ര പേർ തയ്യാറാകും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരം ഉയർത്തി ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ പറയട്ടെ, നാം സ്തോത്രം ചെയ്യുന്നത് ദൈവത്തിനാ. നാം ഹല്ലേലൂയ പറയുന്നത് കർത്താവിനാ. സ്തോത്രം. മഹത്വം കരയറ്റുന്നത് മഹത്വത്തിന് യോഗ്യനായവന് തന്നെയാ. സ്തോത്രം. അതുകൊണ്ട് അതിൽ പിശുക്ക് കാണിക്കരുത് നമ്മൾ ആരും. ഉച്ചത്തിൽ സർവമാനസോടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവാത്മാവെന്നെ കാണിച്ചു തന്നെ ആ കാഴ്ച വീണ്ടും ഞാൻ വിശദീകരിക്കട്ടെ. ഞാൻ അവിടെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഒരു വലിയ സൈന്യം നയൻ പട്ടണ വാതിൽക്കൽ നിന്ന് ഓടിപ്പോകുന്ന കാഴ്ച ദൈവം എനിക്ക് കാണിച്ചു തന്നു. ആരാണെന്നറിയാമോ ഓടിപ്പോകുന്ന ആ സൈന്യം? The death flies defeated from the city gate of Nain. നയീൻ പട്ടണ വാതിൽക്കൽ നിന്ന് മരണം അമ്പെ പരാജയപ്പെട്ട് ഓടിപ്പോകുന്ന കാഴ്ച ദൈവാത്മാവ് എനിക്ക് കാണിച്ചു തന്നു. ഈ വചനം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഇന്ന് രാത്രി ഇവിടെ നിന്നും ആ കാഴ്ച ഞാൻ കാണുകയാ. അനേക കുടുംബത്തെ തകർച്ചയിലേക്ക് വലിച്ചു കൊണ്ടുപോയ, അനേകരുടെ സന്തോഷം തല്ലിക്കെടുത്തിയ, ആരോഗ്യം കവർന്നെടുക്കുവാൻ പോരാടിയ നരക ശക്തികൾ ഇന്ന് രാത്രി ദൈവജനം ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഈ സമയം ആ ശത്രുവിന്റെ ശക്തികൾ അഴിഞ്ഞു മാറുന്നത്, നരക ശക്തികൾ ഓടിപ്പോകുന്നത് വിശ്വാസത്താൽ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. എല്ലാവരും അല്പനിമിഷം ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാം. അന്യഭാഷകളിൽ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം.
Hallelujah. Hallelujah. ശ്രദ്ധിക്കുക, 2-3 മിനിറ്റ് കൂടെ. ഇനി ആ അമ്മയിലേക്ക് ഒരു വേള കൂടെ നമുക്ക് മടങ്ങി വരാം. യേശു ആ സ്ത്രീയെ കണ്ടു. വായിക്കുന്നത് അതിന്റെ 13-ാം വാക്യം, വേഴ്സ് 13, ചാപ്റ്റർ 7 വേഴ്സ് 13. അവിടെ വായിക്കുന്നത്, യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞു. ഹലോ, ആ വാക്ക് വെറുതെ അങ്ങ് വായിച്ചു വിടരുത്. ഞാൻ യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് 1 മുതൽ 35 വരെയുള്ള അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് ധ്യാനിച്ചു. ആ യേശു അത്ഭുതം പ്രവർത്തിപ്പാനുള്ള കാരണം ഞാൻ നോക്കി. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, യേശു ഇന്നും അത്ഭുതം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം കണ്ടിട്ടല്ല, മറിച്ച് അവന്റെ മനസ്സലിവ് നിമിത്തം. മത്തായി 14:14, 15:32, മത്തായി 15:32, മത്തായി 20:34, മർക്കോസ് 1:41, ഇവിടെ എല്ലാം വായിക്കുന്നു. മത്തായി 14:14, അവൻ വന്നു, വലിയ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞു, അവരുടെ നടുവിലുള്ള രോഗികളെ അവൻ സൗഖ്യമാക്കി. അതിനെ തുടർന്നാണ് 5 അപ്പവും 2 മീനും കൊണ്ട് യേശു 5000 പോഷിപ്പിക്കുന്നത്. മത്തായി 15:32 വാക്യം അവിടെ വായിക്കുന്നത്, യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ ഈ ജനം 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു, അവരെ വിട്ട് ഈ നിലയിൽ വിട്ടയപ്പാൻ എനിക്ക് മനസ്സിൽ, അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. വഴിയിൽ വെച്ച് അവർ തളർന്നു പോകും, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. 7 അപ്പവും കുറെ ചെറിയ മീനും കൊണ്ട് 4000 പേരെ അവിടെ പോഷിപ്പിക്കുന്നു. ആ അത്ഭുതത്തിന്റെ പിൻപിലുള്ളത് കാരണം എന്താണെന്നറിയോ? യേശുവിനുണ്ടായ മനസ്സലിവ. മത്തായി 20:34-35, യെരിഹോവിൽ നിന്ന് യേശു വരുമ്പോൾ ഇതാ 2 കുരുടന്മാർ ഉറക്ക നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ. യേശു അവിടെ നിന്നു, അവരെ തന്റെ അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞു. അവർ വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? അവർ പറഞ്ഞു, ഞങ്ങളുടെ കണ്ണ് തുറന്നു തരണം. വായിക്കുന്നത് ഇങ്ങനെയാണ്, യേശു അവരോട് മനസ്സലിഞ്ഞു. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. അടുത്ത ഭാഗം, അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവനോട് പറഞ്ഞു, ശുദ്ധമാകാ. സ്തോത്രം. No one exhibited greater compassion for the needs of man than Jesus Christ. യേശുവിനേക്കാളും മനുഷ്യന്റെ ആവശ്യങ്ങളുടെ മുഖത്ത് മനസ്സലിവ് കാണിച്ച ഒരു വ്യക്തിയും ഈ ഭൂമുഖത്തില്ല. സ്തോത്രം. നമ്മോട് മനസ്സലിവ് കാണിക്കുന്ന കർത്താവ് അതേ മനസ്സലിവോടെ ഇന്ന് രാത്രി നമ്മുടെ മധ്യമുണ്ട്. ഒന്നോടെ കര ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? സ്തോത്രം. ഞാൻ എന്റെ വാക്ക് നിർത്താൻ പോവുകയാണ്. യേശു ആ സ്ത്രീയോട് എന്നിട്ട് പറഞ്ഞു, കരയണ്ട. 13-ാം വാക്യം. എന്നിട്ട് യേശു തിരിഞ്ഞ് ആ ശവമഞ്ചത്തിലേക്ക് നോക്കി. എന്നിട്ട് 14-ാം വാക്യം, യേശു പറഞ്ഞു, ആ മരിച്ചുപോയ ബാല്യക്കാരനെ നോക്കി പറഞ്ഞു, യങ് മാൻ, ഐ സേ അൺടു യു, അറൈസ്. ബാല്യക്കാരാ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്ക. ഇവിടെ ഒരു സന്ദേശം എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുണ്ട്. Nobody else can speak to the dead and be heard by the dead. മരിച്ചവർ കേൾക്കത്തക്കവണ്ണം മരിച്ചവരോട് സംസാരിപ്പാൻ കഴിയുന്ന ആരും ഈ ഭൂമുഖത്തില്ല.
എന്നാൽ ബട്ട് മൈ ജീസസ് ക്യാൻ സ്പീക്ക് ടു ദ ഡെഡ് ആൻഡ് ദേ വിൽ ഹിയർ ഹിസ് വോയിസ്. എന്നാൽ എന്റെ യേശു മരിച്ചവരോട് സംസാരിച്ചാൽ മരിച്ചവർ അവന്റെ ശബ്ദം കേൾക്കും. തെളിവ് ലൂക്കോസ് 8:54. യായിറോസിന്റെ മകളുടെ കൈക്ക് പിടിച്ച് യേശു പറഞ്ഞു, ബാലേ എഴുന്നേൽക്ക. അവൾ ജീവനുള്ളവളായി എഴുന്നേറ്റു. ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു ചെന്നു. യോഹന്നാൻ 11:43. കല്ലറവാതിൽക്കൽ നിന്ന് യേശു വിളിച്ചു പറഞ്ഞു, ലാസറസ് കം ഫോർത്ത്. ലാസറേ പുറത്തു വരിക. മരിച്ചവൻ ദൈവപുത്രന്റെ ശബ്ദം കേട്ടു. അവൻ കല്ലറകളെ വിട്ട് ഉയർത്തെഴുന്നേറ്റു. മൂന്നാമത്തെ സംഭവം നയീൻ പട്ടണത്തിലെ വിധവയുടെ മകൻ. യേശു പറഞ്ഞു, ബാല്യക്കാരാ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്ക. മരിച്ചവൻ ദൈവപുത്രന്റെ ശബ്ദം കേട്ടു. അവൻ ജീവിച്ചെഴുന്നേറ്റു. തീർന്നില്ല. യോഹന്നാൻ 5:28 യേശു പറഞ്ഞു, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ളവർ എല്ലാവരും ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിക്കായും പുനരുത്ഥാനം ചെയ്യുന്ന നാഴിക വരുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിൽ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ഹല്ലേലൂയ. തേജസ്സിന്റെ കർത്താവിനെ നാം അന്ന് തേജസ്കരിക്കപ്പെട്ടവരായി എടുക്കപ്പെട്ട് അവന്റെ മുഖം കാണും. ഈ പ്രത്യാശ ഉള്ളിൽ പേറുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി മൗനമായിരിക്കാതെ കരങ്ങളെ അടിച്ച് ശക്തിയോടെ 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 ദൈവത്തിന് മഹത്വം കൊടുക്കാം. മരിച്ചവർ കേൾക്കത്തക്കവണ്ണം മരിച്ചവരോട് സംസാരിപ്പാൻ കഴിയുന്ന ആരും ഇന്ന് വരെ ഉലകത്തിൽ ഉണ്ടായിട്ടില്ല. സ്തോത്രം. എന്റെ യേശു മാത്രം, താൻ മാത്രം. അവൻ സംസാരിച്ചാൽ മരിച്ചവർ കേൾക്കും. ഹലോ, നിങ്ങൾക്കറിയാമോ, ഈ നയീൻ പട്ടണത്തിന്റെ വാതിൽക്കലും ലാസറിന്റെ കല്ലറയ്ക്കലും യായിറോസിന്റെ മകളുടെ വീട്ടിലും ഒക്കെ നടന്നത് എന്താണെന്നറിയാമോ? ദിസ് വാസ് എ റിഹേഴ്സൽ upon a small scale of that which shall happen in the future. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ആ മഹത്തായ സംഭവം, വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം, ആ സംഭവത്തിന്റെ ഒരു ചെറിയ റിഹേഴ്സലാ ഈ നയീൻ പട്ടണ വാതിൽക്കൽ നടന്നത്. നാടക കമ്പനിക്കാരൊക്കെ നാടകം കളിക്കാൻ വരുന്ന ദിവസത്തിന് മുമ്പേ അനേക ദിവസം അവർ റിഹേഴ്സൽ നടത്തും. പെട്ടെന്ന് ഒരു ദിവസം ചായം തേച്ച് അവരിങ്ങോട്ട് സ്റ്റേജിലേക്ക് വരികയല്ല. സ്തോത്രം. അതിന്റെ ഫൈനൽ പെർഫോമൻസ് വരാൻ പോകുന്നതേ ഉള്ളൂ. സ്തോത്രം. യേശു വരാറായി. എത്ര പേര് വിശ്വസിക്കുന്നു യേശു വരുമെന്ന്? ഞാൻ നിങ്ങളും അടുത്ത 150 വർഷമൊന്നും ഇവിടെ ജീവിക്കാൻ പോകുന്നില്ല. ഒന്നുകിൽ അതിനു മുമ്പേ നമ്മുടെ കാറ്റ് പോകും, ഇല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്ക് യേശു നിവർത്തിക്കും, അച്ചട്ടായി നിവർത്തിക്കും. അല്പം താമസിച്ചാലും അല്ല, വിദൂര ഭാവിയിലോ സമീപ ഭാവിയിലോ അത് നിറവേറും. യേശു വരും. നമ്മുടെ പ്രത്യാശ പുരുഷനായ യേശു വരും. എന്റെ യേശു വരാറായി. നമ്മുടെ യേശു വരാറായി. മനസ്സിനോടൊന്നത് വിളിച്ചു പറ, എന്റെ കർത്താവ് വരാറായി, എന്റെ യേശു വരാറായി, എന്റെ യേശു വരാറായി. അവൻ തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാനുള്ള നാഴിക അടുത്തു വന്നു. അതല്ലല്ലോ എന്റെ പ്രസംഗ വിഷയം. സ്തോത്രം. അതിന്റെ ഒരു കാതലായ ഭാഗമാണെങ്കിലും ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഒരു ദൈവാത്മാവ് എനിക്ക് കാണിച്ചു തന്ന ഈ സംഭവത്തിന്റെ ഉച്ച സ്ഥായിയായ കാഴ്ച ഞാൻ നോക്കിയപ്പോൾ, ഇതൂടെ പറഞ്ഞ് 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിക്കും. യേശു എഴുന്നേറ്റ മകനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ദൈവാത്മാവ് പറഞ്ഞു നോക്കി കാണാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങിയ മകനെ കണ്ടിട്ട് ഈ അമ്മയുടെ കണ്ണുകൾ, ആ കുഴിഞ്ഞ കൺതടത്തിൽ നിന്ന് കണ്ണുകൾ ഇങ്ങനെ വികസിച്ചു വരുന്നത് കണ്ടു. ഒരു റോസാപ്പൂവിന്റെ മൊട്ടിൽ നിന്ന്
പൂവിന്റെ ഇതളുകൾ ഇങ്ങനെ വിരിഞ്ഞു വരുന്നത് പോലെ ആ അമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ദൈവാത്മാവ് ഒരു വാക്യം എന്റെ മനസ്സിലേക്ക് എറിഞ്ഞു തന്നു. ഹബക്കൂക്ക് 1:5, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ, ഞാൻ നിന്റെ ഈ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് ഇപ്പോൾ നീ വിശ്വസിക്കയില്ല. ആ വാക്യം ഇങ്ങനെ, ഐ ആം വർക്കിംഗ് എ വർക്ക് ഇൻ യുവർ ഡേയ്സ് വിച്ച് യു വിൽ നോട്ട് ബിലീവ് ദോ ഇറ്റ് ബി ടോൾഡ് യു. ഞാൻ നിന്റെ ഈ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടല്ല, നമ്മുടെ ആയുസിന്റെ നാൾ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. ഞാൻ നിന്റെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും. അതിപ്പോൾ നിന്നോട് വിവരിച്ചു തന്നാൽ നീ വിശ്വസിക്കില്ല. വിശ്വസിക്കാൻ പ്രയാസം തോന്നുമാറ് അത്ര ഭയങ്കര പ്രവൃത്തി, അത്ര അത്ഭുത പ്രവൃത്തി, കണ്ണുകളെ അമ്പരിപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ദൈവപുത്രൻ ഇന്ന് രാത്രി തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ രക്ഷാകരമായ വലങ്കയുടെ വീര്യ പ്രവർത്തികളാൽ നമുക്ക് ഉത്തരം അരുളുന്ന രാത്രിയാ. വിശ്വസിക്കേ. ഹല്ലേലൂയ. ഉച്ചത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാം. തീർന്നില്ല. ഞാന് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി. യേശുവിന്റെ മുഖം ഞാൻ കണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ഉദയസൂര്യന്റെ പ്രഭയെ വെല്ലുന്ന പ്രഭയോടെ എന്റെ യേശു ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, വുമൻ റിസീവ് യുവർ സൺ. സ്ത്രീയെ, നിന്റെ മകനെ സ്വീകരിച്ചാലും. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, കോടാനുകോടി സൂര്യന്റെ പ്രഭയെ വെല്ലുന്ന പ്രഭയോട് ഇന്ന് രാത്രി ദൈവപുത്രനായ യേശു എന്റെയും നിങ്ങളുടെയും അടുക്കൽ നിന്നിട്ട് അവൻ വിളിച്ചു പറയുക, മകനെ, മകളെ, നിന്റെ അത്ഭുതം ഇന്ന് രാത്രി സ്വീകരിച്ചാലും വിശ്വാസത്തിന്റെ കരം നീട്ടി എത്ര പേർ ആ അത്ഭുതം സ്വീകരിക്കും? ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിനക്കൊരു കാര്യം അസാധ്യമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിനക്ക് സകലവും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇയ്യോബ് ഏറ്റു പറഞ്ഞതുപോലെ ഇന്ന് രാത്രി എത്ര പേർ ഏറ്റുപറയും, ദൈവമേ നിനക്ക് സകലവും കഴിയും, ദൈവമേ നിനക്ക് സകലവും കഴിയും, നിന്റെ ഉദ്ദേശങ്ങളൊന്നും നിഷ്ഫലമാകയില്ല. ദൈവപുത്രനിലുള്ള വിശ്വാസം ഇന്ന് രാത്രി എത്ര പേർ പ്രകടമാക്കും? വിശ്വാസത്തിന്റെ കരങ്ങളെ എത്ര പേർ ദൈവസന്നിധിയിൽ ഉയർത്തും? കർത്താവ് പറഞ്ഞു, മകനെ, നിന്റെ അത്ഭുതം സ്വീകരിച്ചാലും. വുമൻ റിസീവ് യുവർ സൺ. സ്ത്രീയെ, നിന്റെ മകൻ ഇതാ അവനെ സ്വീകരിച്ചാൽ നഷ്ടപ്പെട്ടതിന് ഇന്ന് രാത്രി സ്വർഗം മടക്കി തരികയാണ്. കരയുന്ന വിഷയങ്ങളുടെ മറുപടി കരങ്ങളിൽ അത്യുന്നതൻ പകർന്നു തരുന്ന രാത്രിയാ. സ്തോത്രം. വിശ്വാസത്തോടെ അത് ഏറ്റുവാങ്ങുവാൻ മനസ്സുവെക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവർ, പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവർ തങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. ഞാൻ നിങ്ങളോടൊരു കാര്യത്തോടെ ആവശ്യപ്പെടുന്നു. യേശു കാൽവറി ക്രൂശിൽ കൈവിരിച്ചത് സകലരും കാണത്തക്ക നിലയിലാണ്. യേശു അതിന് ലജ്ജിച്ചില്ല. അങ്ങനെയെങ്കിൽ യേശുവെങ്കിൽ നിന്നുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് എത്ര പേർ പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടവർ മുൻപോട്ട് വരും? നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് കർത്താവിന്റെ സാന്നിധ്യത്തിന് അരികിലെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.
യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, ഇഹലോകത്തിൽ താനിനി വേഗം വരും യേശുരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിന ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നായതിന ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ തിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാ. ഇനി ചെല്ലും ഭയമിന്റെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിന ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നായതിന ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ തിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.